തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് മാർഗരറ്റ് സാങ്കറുടെ ഒരു കോട്ടോട് കൂടിയാണ്. ഭാരങ്ങളില്ലാത്ത, പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം സ്ത്രീക്ക് ലഭിക്കുന്നത് അവൾ പ്രത്യുൽപാദന സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിലാണ്. ആ കോട്ടിൻ്റെ ഒരു അവലോകനമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ആരംഭിക്കുക. എന്നാൽ ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് പുതിയ രണ്ട് വ്യക്തിത്വങ്ങളെയും കൂടെ സാർ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആതിര, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത് മാർഗരറ്റ് സാങ്കറിൻ്റെ ആ വലിയൊരു ഐഡിയോളജി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഒരിക്കൽ കൂടി പറയാം. സാങ്കർ പറഞ്ഞത് ആഗ്രഹിക്കാതെ ലഭിക്കുന്ന കുട്ടികൾ എന്ന ഭാരമില്ലാതെ പരിധിയില്ലാത്ത ലൈംഗിക സംതൃപ്തിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അൺലിമിറ്റഡ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജീവിക്കാനും സ്നേഹിക്കാനും മടിയരാകാനും ഒന്നും ചെയ്യാതിരിക്കാനും അതാണ് ഉദ്ദേശിച്ചത്. അവിവാഹിതരായ അമ്മയാകാനും ഇനിയും കല്യാണം ഒന്നും കഴിക്കണമെന്നില്ല അവർ സെക്ഷൽ റിലേഷൻഷിപ്പിന്. അപ്പം അൺവെഡഡ് മദർ ആകാനും അതുപോലെ തന്നെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഉള്ള അധികാരം, അവകാശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് വളരെ വളരെ ഡെൻസ്ഡായിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. വളരെയധികം ഇന്നത്തെ എല്ലാ കോൺട്രാസെപ്റ്റീവ്സ് മാത്രമല്ല, ഇന്നത്തെ അബോർഷനെയും അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ജെൻഡർ ഐഡിയോളജിയെയും വളരെയധികം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കണക്റ്റഡ് ആണ് എന്ന് കാണാം. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവർ ചിന്തിച്ച ഒരു എഫക്റ്റ് അല്ല നമുക്ക് കിട്ടിയത്. എന്താണ്? കൂടുതൽ പരിധിയില്ലാത്ത പുരുഷ പരസംഗത്തിന് ഒരു നിയമസാധുത പോലെ ഇത്. നേരത്തെയൊക്കെ ആ സെക്ഷൽ മൊറാലിറ്റി എന്ന് പറയുന്ന അതിൻ്റേതായ പരിഭാവനതയിൽ ഒരുവിധം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നു. ഇപ്പൊ പരിധിയില്ലാത്ത അൺലിമിറ്റഡ് സെക്ഷൽ പ്ലഷർ അല്ലേ വേണ്ടേ? അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അൺലിമിറ്റഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. അതിന് അൺലിമിറ്റഡ് ആളുകളുമായിട്ടും ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പൊ ഈ ഒരു ആശയങ്ങൾ പല വിധത്തിൽ ചരിത്രത്തെ മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സെക്ഷൽ റെവല്യൂഷൻ്റെ ഏറ്റവും തിക്തമായ ഒരു റിസൾട്ട്, ഒരു അനുഭവമാണ് സെക്സ് വളരെ കാഷ്വലായി മാറി, എൻ്റർടൈൻമെൻ്റായി മാറി. അപ്പോൾ സെക്സ് ഈസ് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഈ ആശയങ്ങൾ ഇന്നും പല യുവജനങ്ങളുടെ ഇടയിലുണ്ട്. ഇറ്റ് ഈസ് മൈ ബോഡി മൈ വിഷ്. ഞാനാണ് തീരുമാനിക്കേണ്ടത്. മൈ ബോഡി മൈ ഫ്രീഡം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയത് തന്നെ ഈ മാർഗരറ്റ് സാങ്കറിൻ്റെ ഈ ഒരു ആശയത്തിൽ നിന്ന്, ഈ ഐഡിയോളജിയിൽ നിന്നുമാണ് എന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്ത്രീകളുടെ വിമോചനമായിരുന്നോ അടിമത്തമാണോ ഇവിടെ സംഭവിച്ചത്? ഒരു പരിധിവരെ അടിമത്തമല്ലേ? ഒരു പരിധിയല്ല, 100% അടിമത്തമാണ്. കാരണം അവരുടെ മേൽ പുരുഷന്മാർക്ക് കൂടുതൽ അധികാരം കൊടുത്തിപ്പോൾ. അതിനൊരു ബാരിയർ ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ബാരിയറും ഇല്ല, യാതൊരു തരത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ ഏത് പുരുഷനും, അതും പ്രത്യേകിച്ച് ഇവർ മൂവ് ചെയ്യാൻ തുടങ്ങി. പുരുഷന്മാർ പോയ വഴിയെ ഇവരും പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടമാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് സെക്ഷൽ റവല്യൂഷനിൽ ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പോൾ ഇത് 1950കളിലാണ് ഇത് ഏറ്റവും അധികം പ്രചാരണത്തിൽ വന്നത്. അപ്പം നമ്മൾ നോക്കിക്കോണം, 1950കളിൽ പോണോഗ്രഫി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരാൻ തുടങ്ങി. ഇത് വന്നു. ഇതെല്ലാം കൂടി ഇങ്ങനെ പല സൈഡിൽ നിന്ന് ഇതിൻ്റെ പീക്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1950കളിൽ ഇവരുടെ ഈ ഗർഭനിരോധന പ്രചാരണം, അത് സ്ത്രീകളുടെ പ്രത്യുൽപാദനത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അതുപോലെ തന്നെ കുറേ ഈ സ്ത്രീകളുടെ സൈക്കിൾസിനെ കുറിച്ചൊക്കെ കുറേ സയൻസ് പരമായിട്ടുള്ള പുതിയ പുതിയ അറിവുകൾ, കണ്ടുപിടുത്തങ്ങൾ വന്നു. അപ്പോൾ ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് 1950കളിൽ അതാണ് കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ വളരെ ശക്തമായിട്ട് എല്ലാവരും ഉപയോഗിക്കാനും വളരെ സർവ്വസാധാരണമായിട്ട്, പിന്നെ അതിൻ്റെ യാതൊരു മെഡിക്കൽ എത്തിക്സും നോക്കാതെ പല ഫോമിൽ പിന്നീട് അത് വന്നു. അല്ല, ഇന്ന് കോൺട്രാസെപ്റ്റീവ്സ് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള അല്ലേ
ആർക്ക് വേണമെങ്കിലും എപ്പോ ഇന്ന് വേണമെങ്കിലും വളരെ നോർമലൈസ്ഡ് എന്ന് തന്നെയല്ല, ഇന്നത് നോബഡി ബോദേഴ്സ് അബൌട്ട്. Yeah. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ഇന്ന് ആളുകളുടെ ഇടയിൽ ഒരു സാധാരണ സംഭവം പോലെ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നോക്കിക്കോണം. സെക്സ് ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അന്ന് ചിന്തിച്ചത് ഇന്നും അത് തന്നെ നിൽക്കുന്നത്. അതെ അതെ അതെ. ജസ്റ്റ് എ പ്ലഷർ സീക്കിംഗ്. സോ ഐ നീഡ് ദ പ്ലഷർ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ ബേബി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അഥവാ അങ്ങനെ വന്നാൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നാ? Abortion. അബോർഷൻ. കൊച്ചിനെ കൊന്നു കളയുക. എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെ എല്ലാം കൊന്നു കളയുക. അതുകൊണ്ട് തന്നെ അതൊരു തെറ്റാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതൊരു നോർമൽ, അതായത് മനസാക്ഷി മരവിച്ച് മനുഷ്യൻ എന്ത് വേണേലും ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ ഈ ഗർഭധാരണത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മോചിതരായ സ്ത്രീകളെ പുരുഷന്മാർക്ക് തുല്യമായ വ്യക്തിബന്ധങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കിപ്പം ഗർഭധാരണത്തെക്കുറിച്ചൊരു ചിന്തയില്ല. അപ്പോൾ ഇമ്മൊറാലിറ്റി എങ്ങനെയാണ് വളർന്നതെന്നുള്ളത് നമ്മൾ പിന്നെയും ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ യാതൊരു ഇതില്ലാതിരുന്നപ്പോൾ ഇവർ റിലേഷൻഷിപ്സിൽ കൂടുതൽ റിലേഷൻഷിപ്സ് ഇപ്പോൾ ജോലി സ്ഥലത്തും ഫാക്ടറികളിലും ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. പുരുഷന്മാരെ പോലെ തന്നെ ഇവരും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്തല്ല വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തോണം. ഒരു പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലുമാണ്. അപ്പം ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അവരും അതുപോലെ എസ്റ്റാബ്ലിഷ്. അപ്പോൾ എവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ് കൂടുതൽ അൺലിമിറ്റഡ് സെക്ഷൽ പ്ലഷറിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആ ഒരു യാത്ര തുടരുകയാണ്. അതോടൊപ്പം തന്നെ കോൺട്രാസെപ്റ്റീവ്സ് വളരെ പോപ്പുലറായിട്ട് കോമൺ ആയിട്ട് ഇൻഡസ്ട്രിയും വളർന്നു, എല്ലാം വളർന്നു. അതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു റിസൾട്ടും സെക്ഷൽ റെവല്യൂഷൻ്റെ ഒരു റിസൾട്ടും ഒക്കെ ആണ് എന്ന് രണ്ടിന്റെയും കൂടെ ഒരു കമ്പൈൻഡ്. അപ്പോൾ അതാണ് എല്ലാ റെവല്യൂഷനും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് വേറൊന്നിനെ വളർത്തുന്നുണ്ട്. അല്ല, മാർഗരറ്റ് സാങ്കർ പറഞ്ഞ ആ കാര്യത്തിന് ഇന്നും ഒത്തിരി ആക്ടിവിസ്റ്റുകളും ഒക്കെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർഗരറ്റ് സാങ്കറിൻ്റെ അവരുടെ റൈറ്റിങ്ങിൽ അവരുടെ ആശയത്തിൻ്റെ വേറൊരു കോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഞാനത് മലയാളത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പം സാമൂഹിക ക്രമത്തിലെ, അതായത് സൊസൈറ്റിയിലെ ഏറ്റവും അധപ്പതിച്ച സ്വാധീനമാണ് ഒരു കുടുംബം. അപ്പോൾ ഈ കുടുംബം എന്നുള്ള കോൺസെപ്റ്റിനെ അവിടെ അറ്റാക്ക് ചെയ്യുക. അവർ തന്നെ പറയുന്നു ഏറ്റവും നശിച്ച അധപ്പതിച്ച ഒരു സ്വാധീനമാണ് ഈ കുടുംബം. ഈ കുടുംബമാണ് ശരിക്കും പുരുഷ മേധാവിത്വത്തിനും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഗർഭധാരണത്തിനും ഒക്കെ കാരണം. അതുകൊണ്ട് അവരെന്താ പറയുന്നത്? അവിടെ നോക്കുക, അതിൻ്റെ ശിശുക്കളോട് ചെയ്യുന്ന ഏറ്റവും കാരുണ്യകരമായ കാര്യം അതിനെ കൊല്ലുക എന്നതാണ്. അബോർഷനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ല, ഒരു ഐഡിയോളജീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്? അപ്പം കുഞ്ഞുങ്ങളെ ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഗർഭധാരണം ഒരു ബാധ്യതയായിട്ട് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഫോർ എ ഫാമിലി ഈസ് കിൽ ദ ലിറ്റിൽ വൺസ്. എത്ര ഒരു ക്രൂരമായിട്ടുള്ളൊരാശയമാണ്. അതുപോലെ തന്നെ ഇത് അബോർഷൻ എന്നുള്ള പേര് ആണെങ്കിൽ പോലും അവരുടെ ആ മനസ്സിൻ്റെ ആ ഐഡിയോളജിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നും അബോർഷനെ കുറിച്ച് യാതൊരു മനസാക്ഷിക്കുത്തും ഇല്ലാത്ത എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്ത്, എത്ര ആളുകൾ നമ്മൾ കാണുന്നല്ലോ, പ്രോ ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എത്ര ആളുകളാണ്, ഒരു മനസാക്ഷിക്കുത്തും ഇല്ല. നമ്മൾ പല രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ, ഇപ്പം അമേരിക്കയിലെ വലിയൊരു പാർട്ടിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് ഡെലിവറി ആകുന്നതിന് തലേ ദിവസം വരെ വേണമെങ്കിൽ കുഞ്ഞിനെ കൊല്ലണമോ വളർത്തണമോ എന്ന് തീരുമാനിക്കുന്നത് ആ സ്ത്രീയാണ്. അബോർട്ട് ചെയ്യാം ലീഗലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും പല വിധത്തിലുള്ള സംവിധാനങ്ങളും ഇതിനെ എൻകറേജ് ഇന്ന് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യം ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ജനന നിയന്ത്രണം, പോപ്പുലേഷൻ കൺട്രോൾ ഒരു വ്യക്തിഗത പ്രശ്നമല്ല, ഇത് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. നിങ്ങളൊരു പക്ഷേ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഇന്ത്യയിലും 70s ഫാമിലി പ്ലാനിങ്, നിർബന്ധിത ഫാമിലി പ്ലാനിങ് വളരെയധികം 60s അവസാനം 1970 ഇന്ത്യയുടെ എമർജൻസി ടൈമിലൊക്കെ ഒരുപാട് നിർബന്ധിത വന്ധീകരണമെന്നും പറഞ്ഞ് തന്നെ അതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
നമ്മൾ ഒരുപാട് ന്യൂസിനകത്തൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത ഇങ്ങനെയുള്ള ഐഡിയോളജിയാണ്. ഇത് നമ്മുടെ മാത്രം പ്രോബ്ലം അല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രോബ്ലം മാത്രമല്ല, ഇതൊരു രാജ്യത്തിൻ്റെ പ്രോബ്ലമാണ്, ലോകത്തിൻ്റെ പ്രോബ്ലമാണ്. അതുകൊണ്ട് ദ ബെസ്റ്റ് തിങ് ഈസ് കിൽ ദം. സർ, നമുക്ക് ഒരുപക്ഷെ റിയയുടെ ഒരു ആശയം കൂടെ ഒന്ന് കേൾക്കാൻ. കാര്യം ഈ അബോർഷനും കോൺട്രസെപ്റ്റീവ്സും ഒക്കെ ഇപ്പം യൂത്തിൻ്റെ ഇടയ്ക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ നിത്യേന എന്നതുപോലെ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിയയ്ക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി തോന്നുന്നത്? ഈ അബോർഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പുകളുടെ ഉള്ളിൽ വരുന്ന ഒരു എന്താ പറയുക, പ്രോപ്പറായിട്ടല്ലാത്തൊരു റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ കൂടുതലായിട്ട് അബോർഷൻ തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നത്. അബോർഷൻ എന്ന് പറയുമ്പം അത് എന്താ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ആയിട്ടാണ് മാർഗരറ്റ് സാങ്കർ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ പല പല അബോർഷനുകൾ ചെയ്തിട്ടുള്ള യൂത്ത്, അവർ കടന്നു പോകുന്ന ആ ഒരു അവരുടെ ശരീരം കടന്നു പോകുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാര്യം തുടങ്ങി വെച്ചത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എംഫസൈസ് ചെയ്യാനാണ് അബോർഷൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയിടത്ത് നിന്ന് ഇന്ന് ഒരാൾ തന്നെ ചെയ്യുന്ന അബോർഷൻ്റെ എണ്ണങ്ങൾ കൂടിക്കൂടി അവരുടെ ഹെൽത്തിനെ വളരെ എന്താ പറയുന്നത്, ഭീകരമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കേസസ് നമുക്കറിയാം. അബോർഷൻ വഴി ആള് മരിച്ചു പോകുന്ന അവസ്ഥ വരെ. അടുത്ത കാലത്ത് അമേരിക്കയിലെ ഒരു ന്യൂസിൽ വളരെ കോൺട്രവേഴ്സ്യൽ ന്യൂസ് ആയിരുന്നു ഇത്. അബോർഷൻ പിൽസ് കഴിച്ച് അമ്മ മരിച്ചു പോയത്, സ്ത്രീ മരിച്ചുപോയി. അപ്പോൾ അത് ഡോക്ടേഴ്സ് അതിൻ്റെ റീസൺ പറയുന്നത് ഈ അബോർഷൻ പില്ലിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായിരുന്നു എനിക്ക് റിയയുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഒരു ആശയവും അത് തന്നെയായിരുന്നു. റിയ അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ റിയ കോൺട്രസെപ്റ്റീവ്സിന്റെ യൂസേജും ഏറെക്കുറെ ശരിക്കും ഈ കോൺട്രാസെപ്റ്റീവ്സും അബോർഷനും വളരെ റിലേറ്റഡ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അൺവെഡഡ് പ്രഗ്നൻസി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലുള്ള റിലേഷൻഷിപ്പ് ത്രൂ ഒക്കെ ഉണ്ടാകുന്ന യൂത്തിൻ്റെ ഇടയിൽ ഇന്ന് നമുക്കത് വളരെ ഈസിലി ആക്സസിബിളായിട്ട് അബോർഷൻ. ഞാൻ ഓർക്കുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അന്ന് വലിയ അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്, വാക്കിൻ അബോർഷൻ ക്ലിനിക്സ് എന്നും പറഞ്ഞു, വാക്കിൻ അബോർഷൻ ക്ലിനിക്സ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ ഉള്ള ബോർഡുകൾ കാണുന്നത് ഏതെങ്കിലും കോളേജുകളുടെയൊക്കെ അടുത്തായിരിക്കും. കാരണം ഇത് മുഴുവനും ഫാമിലിക്കാരെ ഉദ്ദേശിച്ചല്ല. കാരണം അവർക്ക് നമ്മുടെ മാർഗരറ്റ് സാങ്കർ പറഞ്ഞതുപോലെ ഫ്രീഡം കിട്ടണമെങ്കിൽ the best thing is if you don't want the unwanted child, kill it. അതിനെക്കുറിച്ച് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വാക്കിൻ ക്ലിനിക്സ് അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആയിരുന്നു ഒരു സമയത്ത്. ഈ വാക്കിൻ ക്ലിനിക്സ് തമ്മിൽ പല സിറ്റികളിലും പല സ്ഥലങ്ങളിലും അവർ പറയും യു ക്യാൻ വാക്ക് ഔട്ട് ഇൻ 2 hours, നോ അഡ്മിഷൻ ഈസ് റിക്വയർഡ് എന്നും പറഞ്ഞു ഭയങ്കര അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഇത് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു പെർട്ടിക്കുലർ കാറ്റഗറിയോ അല്ലെ യൂത്തിനെയോ അല്ലെ റിലേഷൻഷിപ്പിലുള്ളവരെയോ ഒന്നും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇത് വളരെയധികം കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുമൂലം ജീവൻ അപായത്തിൽ പെട്ടിട്ടുള്ള പല കേസുകളും ഉണ്ട്, മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. ഇതിൻ്റെ കോംപ്ലിക്കേഷനും കൊണ്ട് റെഗുലർ ഇപ്പം റിയ പറഞ്ഞല്ലോ 2ഉം 3ഉം തുടർച്ചയായിട്ടൊക്കെ അബോർഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻ ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടാവും. ചിലപ്പം അതിൻ്റെ റിസൾട്ടിൽ ആൾ മരിച്ചു പോയെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ കാര്യമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് കുഞ്ഞ് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അതിനെ കൊന്നു കളയണമോ വളർത്തണോ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പറയുന്നത് ഇതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. ആ അൺവാണ്ടഡ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ വളരെ പ്രശ്നമുള്ളൊരു വാക്കാണ് അല്ലേ? ആ കുഞ്ഞ് വളർന്നു വരുമ്പം ഒരു അൺവാണ്ടഡ് കുഞ്ഞായിട്ട് അതിൻ്റെ അൺകോൺഷ്യസ് സൈക്കോളജിസ്റ്റ് പറയുന്ന ആ കുഞ്ഞിന് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും പ്രഗ്നൻസിയിൽ ഒരമ്മയും അപ്പനും തമ്മിലുള്ള കോൺവേഴ്സ്, പക്ഷേ പ്രത്യേകിച്ച് അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളും സൈക്കോളജിസ്റ്റ് പറയുന്നതാണ് ആ കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിലേക്കും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ കുഞ്ഞിന് മനസ്സിലായെന്നിരിക്കുകയില്ല, അത് പുറത്ത് വരുമ്പോഴും അത് ഓർക്കണമെന്നുമില്ല. പക്ഷേ
പിന്നീടുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ അബോധ മനസ്സിലും അതുപോലെ തന്നെ ഉപബോധ മനസ്സിലും കിടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് സയൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഈവൻ കുഞ്ഞിനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിലും അതിന് എവറിതിങ് ഈസ് അബ്സോർബ്ഡ്. അതൊരു വലിയ ഒരു കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട. നമുക്ക് പ്രൊസീഡ് ചെയ്താലോ? അതെ, നമുക്ക് രണ്ടുപേരെയും കൂടെ പരിചയപ്പെടാറുണ്ട്. ഇനിയുണ്ട് നമുക്ക് ഇത് മാർഗരറ്റ് സാംഗറിന്റെ കുറെ കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകള് അവരുടെ പ്രത്യുൽപാദന ശേഷിയെ നിയന്ത്രിക്കുക, ഈ ഒരു ഗോളാണ് അവർക്ക് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അവർ പറയുന്നത് ഈ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് സമൂഹത്തിൽ. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ കാണും, ഇത് കാറൽ മാർക്സിൻ്റെ ഐഡിയ ആണ്. ദ ഫാമിലി ഈസ് ദ ബിഗ് ഹേർഡിൽ ഫോർ എൻ ഈക്വലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാം. അപ്പം ഈ മാർഗരറ്റ് സാംഗർ പറഞ്ഞ വേറൊരാശയം ഇതാണ്: അടിക്ക് അടിയുള്ള ഗർഭധാരണത്തിൻ്റെ ശാരീരിക സമ്മർദ്ദം തടയുകയും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ജനന നിയന്ത്രണം സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് ഊന്നിപ്പറഞ്ഞു. ഈ പ്ലാൻ പേരൻറ്ഹുഡും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അവർ പറയുന്നത് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കാണെന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ആശയം. അപ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല സംഭവിക്കുന്നത്. ശരിക്കും സ്ത്രീകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതല്ല, മറിച്ച് കോൺട്രാസെപ്റ്റീവ് പിൽസും നമ്മുടെ കൂടെയുള്ള അല്ലെ അബോർഷനും അവരുടെ ജീവിതത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്നതാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾക്ക് യാതൊരു സംശയവും ഇല്ല. അല്ല, ഈ പ്ലാൻ പേരൻറ്ഹുഡിന്റെ ഇരകളാകുന്നതേ ഒന്നും അറിയാത്തൊരു കുഞ്ഞു ജീവനാണെന്ന്. വാക്കിൻ ക്ലിനിക്കാണ്. അവർക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. എല്ലായിടവും വാക്കിൻ ക്ലിനിക്സ് ഉണ്ട്. അവിടെ എക്സ്പേർട്സ് ഒന്നും വേണമെന്നുമില്ല. എവറിതിങ് ഈസ് ഡൺ വിത്തിൻ നോ ടൈം. നമ്മുടെ പ്രോ അബോർഷൻ ഗ്രൂപ്പൊക്കെ ഈ പ്ലാൻ പേരൻറ്ഹുഡിന് മുമ്പിൽ റോസറി ചൊല്ലുകയും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ അവർ പറയുന്ന ഇതാണ്, അബോർഷന് വരുന്ന ഒരാളിനെ അവരെ പിന്തിരിപ്പിക്കാൻ അവർ പരിശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷേ അതും ഇപ്പോഴ് ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ പലയിടത്തും വന്നിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് മാർഗരറ്റ് സാംഗറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എപ്പിസോഡ് അടുത്ത വ്യക്തികളെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട്, ഇപ്പം നമ്മൾ റിയയും നിങ്ങൾ രണ്ടുപേരും വളരെ വ്യക്തമായിട്ട് ഈ കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ച് അതിൻ്റെ കുറേ തിക്തഫലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് സഭയുടെ കാഴ്ചപ്പാടിലൂടെ ഈ കോൺട്രാസെപ്റ്റീവ്സിനെ ഒന്ന് കാണുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒരു 1968 അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്ത് ഏകദേശം നടക്കുന്നത്. 1968 സഭയിൽ, അതായത് ആദ്യമായിട്ട് 1930 ആംഗ്ലിക്കൻ സഭയാണ് ഒരു ചെറിയ എക്സെപ്ഷൻ കൊടുത്തത് സ്ത്രീകൾ കോൺട്രാസെപ്റ്റീവ്സ് ഇന്ന കേസിൽ ഉപയോഗിക്കാമെന്ന്. അതുവരെ ക്രിസ്ത്യൻ സമൂഹം ഒറ്റയടിക്ക് ഇതിനെതിരായിരുന്നു. നമുക്ക് വേറൊരു പിന്നെ അഭിപ്രായമേ ലോകത്തിലില്ലായിരുന്നു. അപ്പോൾ അന്ന് അവരൊരു ചെറിയ എക്സെപ്ഷൻ കൊടുത്തു. പിശാചിന് കയറി പ്രവർത്തിക്കാനുള്ളൊരു ചെറിയ ക്രാക്കായിട്ട് അതൊരു വലിയ വിടവായി. എക്സെപ്ഷൻസ് പിന്നെ നോർമലൈസ് ആയി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ 2ാം വത്തിക്കാൻ കൗൺസിൽ നടക്കുമ്പോൾ അന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു സംസാരം വളരെ ശക്തമായിട്ടുണ്ടായി. ഓർത്തോണം, ഈ 50കളിൽ 60കളിൽ പ്രത്യേകിച്ച് ഇതങ്ങ് അതിൻ്റെ ക്ലൈമാക്സിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും ഒരു സംസാരം ഉണ്ടായി, നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് തടയാൻ പറ്റത്തില്ല, എല്ലാവരും ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമുക്ക് സഭയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു ക്ലാരിറ്റിയും അതിനൊരു ഒരു ക്ലിയറൻസ് കൊടുക്കാം എന്നുള്ള ചിന്തകൾ ബിഷപ്പ്മാരുടെയും അതുപോലെ തന്നെ കർദിനാൾമാരുടെയും അന്ന് ഈ കൂടിയ ആളുകളുടെ മനസ്സിൽ വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തകൾ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ ഒരു കമ്മിറ്റിയെ പോളാറാമൻ മാർപ്പാപ്പയുടെ മുമ്പ് തന്നെ അന്നത്തെ മാർപ്പാപ്പ കമ്മിറ്റിയെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ 2ാം വത്തിക്കാൻ കൗൺസിലിലും കണ്ടിന്യൂ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്ക് ഉള്ളിൽ തന്നെ ഇത് ഓക്കെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ കമ്മിറ്റിയുടെ റിസൾട്ട് അല്ലെ തീരുമാനം. ഒരു ചുരുക്കം ചില
മെത്രാന്മാരും കാർഡിനാളും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പാണ് ഇതിനെ തെറ്റാണ്, ഗർഭനിരോധനവും കോൺട്രാസെപ്റ്റീവ്സും തമ്മിൽ പിന്നെ ഏറ്റവും മനുഷ്യൻ്റെ ഫാമിലിയെയും അതുപോലെ തന്നെ നമ്മുടെ മൊറാലിറ്റിയെയും തകർക്കുന്നതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1968 ഹ്യൂമാനോവിത്തെ, അത് ഹ്യൂമാനോവിത്തെ എന്നുള്ളൊരു ചെറിയ എൻസൈക്ലിക്കിൽ വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ സഭയിൽ പ്രസിദ്ധീകരിച്ചു 68. അത് എല്ലാവർക്കും ഒരു വലിയ ഷോക്കായിരുന്നു. സഭയ്ക്കുള്ളിലും ഭയങ്കര ഷോക്കായിരുന്നു. കാരണം അന്ന് നോർമലായിട്ടെല്ലാം ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് പോൾ ആറാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഹ്യൂമാനോവിത്തയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 4 പ്രോഫസിയുണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പ പ്രവചിച്ച അദ്ദേഹത്തിൻ്റെ 4 പ്രവചനങ്ങളുണ്ട്. ഇന്ന കാരണങ്ങളാൽ സഭയ്ക്ക് ഒരിക്കലും കോൺട്രാസെപ്റ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കോൺട്രാസെപ്റ്റീവിനെ അക്സെപ്റ്റ് ചെയ്താൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞൊരു 4 കാരണങ്ങൾ ഒരു പ്രവചന രൂപത്തിൽ തന്നു. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ഒന്ന് പോയി അത് നോക്കുമ്പോൾ അവിശ്വസ്തതയും ധാർമ്മിക അധപ്പതനവും ഈ കോൺട്രാസെപ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലും ലോകത്തുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം ദാമ്പത്യ അവിശ്വസ്തതയിലേക്കും ധാർമ്മിക അധപ്പതനത്തിലേക്കും അത് എല്ലാവരെയും നയിക്കും. അപ്പോൾ അതാണ് മാർഗരറ്റ് സാങ്കറിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. അത് യാതൊരു തരത്തിലുള്ള കൺട്രോൾ ഇല്ലാതെ പുരുഷൻ സ്ത്രീകളെ കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ 2 രീതിയിലും ആകാം, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, പരസ്പരം ഉപയോഗിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ധാർമ്മിക അധപ്പതനം, നമ്മൾക്ക് സെക്ഷൽ ഇമ്മൊറാലിറ്റി വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിവാഹമോചനത്തിൻ്റെയും ഗർഭചിത്രത്തിൻ്റെയും അവിഹിത ഗർഭധാരണത്തിൻ്റെയും ലൈംഗിക രോഗങ്ങളുടെയും എണ്ണത്തിലുള്ള വർധനവ് വളരെ വളരെ കൂടുതലാവും ഈ കാലഘട്ടത്തിൽ നമ്മളതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വളരെ സത്യമാണ്. എന്താണ്? അരാജകത്വം, ലൈംഗിക രോഗങ്ങൾ, അതുപോലെ തന്നെ അബോർഷൻ. ഇന്ന് 50 മില്യൺ ചിൽഡ്രനിലധികം ഒരു വർഷം ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് കണക്കും പ്രകാരം അബോർട്ട് ചെയ്യപ്പെടുന്നു. കണക്കിലില്ലാത്തതും ഉണ്ടാവും. ഇത് ഗവൺമെൻറ് സെൻസസിൽ കണക്കിലുള്ളതാണിത്. കണക്കിലില്ലാതെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ, അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നമുക്ക് ഇന്ന് ഡൈവേഴ്സ് റേറ്റ് നമ്മുടെ കത്തോലിക്ക സമുദായത്തിൽ തന്നെ നമ്മൾ ഒഫീഷ്യലി നമുക്ക് ഡൈവേഴ്സ് ഇല്ലെങ്കിൽ തന്നെയും ഡൈവേഴ്സിന് തുല്യം ജീവിക്കുന്ന എത്ര കപ്പിൾസ് ഉണ്ടെന്നറിയാം. അവർ ഒരുപക്ഷെ ഒഫീഷ്യലി നമ്മൾ ഡൈവേഴ്സ് എന്ന് പറയത്തില്ലെങ്കിലും മനസ്സകന്ന് രണ്ട് രീതിയിൽ ജീവിക്കുന്ന കപ്പിൾസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അവിഹിത ഗർഭധാരണം നിങ്ങൾ പറഞ്ഞില്ലേ, യൂത്തിൻ്റെ ഇടയിൽ ഇതൊരു കോമൺ തിങ് ആണ്. മൈ ബോഡി വിത്ത് ഹുമവർ ഐ വാണ്ട് ഐ ക്യാൻ ഷെയർ മൈ ബോഡി. വാട്ട് ഈസ് എ ബിഗ് ഇഷ്യൂ അബൌട്ട് ഇറ്റ്? ചില യൂത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ദർ ഇസ് നോ മൊറാലിറ്റി ഇൻവോൾവ് ഇൻ ഇറ്റ്. എന്തുകൊണ്ടാണ് ഈ മൊറാലിറ്റി ഇൻവോൾവ് നിങ്ങൾ കൊണ്ടുവരുന്നത്? എൻ്റെ ഇഷ്ടം. അപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൺസെൻഷ്വൽ എന്നാണ് പറയുന്നത്, അതിനെ ഒരു നിയമം പറഞ്ഞല്ലോ, പരസ്പരം സമ്മതിച്ചുകൊണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ കൺസെൻറ്റോടുകൂടിയുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ലീഗലാണ്. അതിനകത്തിൽ യാതൊരു കുറ്റവും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തിക്തഫലം ഈ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ തിക്തഫലമാണെന്ന് വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത് നമ്മൾ ഓർക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, സ്ത്രീകളോടുള്ള ആദരവ് നഷ്ടപ്പെടും. സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ, സ്ത്രീ നമുക്കറിയാമല്ലോ, കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പരിശുദ്ധ മാതാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിലൂടെ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു വാക്കിംഗ് ടബർനാക്കിളാണ് ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്നതാണ് സ്ത്രീയെ. പക്ഷേ ഇന്ന് അവളെ തുച്ഛം ആയിട്ടൊരു സാധാരണ ഓർഡിനറി സാധനത്തിൻ്റെ അത്രയും പോലും
വിലയില്ലാതെ നമ്മുടെ ചുറ്റും നടക്കുന്ന തിന്മകളും ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും റേപ്പ് കേസുകളൊക്കെ എത്ര ഹീനമായിട്ടുള്ള റേപ്പ് കേസുകളാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കണക്കിലെടുത്ത് നോക്കുമ്പം സ്ത്രീകളോടുള്ള ആദരവെന്ന് മാത്രമല്ല, സ്ത്രീയെ ചവിട്ടി തേക്കുവാൻ ഈ കോൺട്രാസെപ്റ്റീവ്സും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോളാറാമൻ മാർപ്പാപ്പ പറയുന്നു, പുരുഷന് സ്ത്രീകളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുകയും അവളുടെ ശാരീരികവും മാനസികവുമായ സന്തുലിത അവസ്ഥയെ ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നീട് സ്ത്രീയെ വെറും സ്വാർത്ഥമായ സുഖത്തിനു വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാത്രം കാണുകയും തൻ്റെ സ്നേഹവും പരിഗണനയും അർഹിക്കുന്ന പങ്കാളിയായി കാണാതിരിക്കുകയും ചെയ്യുന്നു. ഇത് കുടുംബജീവിതത്തിലും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇതല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന ഒരു സ്ട്രീറ്റിൽ നടക്കുന്നതല്ല, ഈവൻ ഫാമിലി ലൈഫിൽ പോലും. അതുകൊണ്ടാണ് ഇന്ന് ഫാമിലി ലൈഫ് ഇത്രയും സ്ട്രഗിൾ ചെയ്യപ്പെടുന്നത്. സർ, നമ്മൾ ഇപ്പോൾ വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയുടെ 4 പ്രൊഫസികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്കൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യാണ്. നമ്മുടെ സമയം ഇച്ചിരി അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 നമ്മൾ ഓൾറെഡി കണ്ടു. ബാക്കി 2 ഉറപ്പായും അടുത്ത എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു യാത്രയാണ്. അതെ, ഈ ഒരു മേഖല പ്രാർത്ഥന ഒത്തിരി അധികം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൺക്ലൂഡിങ് പ്രെയറിലേക്ക് കിടക്കാം. റിയ, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ കാരണമായ യേശുനാഥ, ജീവൻ പകരുവാനായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല ദൈവമേ, അങ്ങേ പദ്ധതിയിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന ജീവനെതിരെ വളർന്നു വരുന്ന എല്ലാ ധാർമ്മിക അധപതനത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോനാഥ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അവരെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വിളിക്കണമേ. ജീവൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കുന്നവരായി മാറുവാനായിട്ട് അവരെല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതകളും നിസ്സാരമെന്ന് കരുതപ്പെടേണ്ട കാര്യങ്ങളൊക്കെയും സങ്കീർണതകളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതിനൊക്കെ കാരണമായി നമ്മൾ കണ്ടെത്തുന്ന പലതുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഔട്ട്കം എന്ന് പറയുന്നത് അബോഷനും കോൺട്രസെപ്റ്റീവ്സിൻ്റെ യൂസേജും ഒക്കെ കൂടി എന്നുള്ളതാണ്. ഈ എപ്പിസോഡിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് അബോഷൻ വഴി ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണാൻ ഭാഗ്യം കിട്ടാത്ത കുരുന്നുകളെയാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ തുടങ്ങും. ഓൺ ദാറ്റ് നോട്ട്, ഇറ്റ്സ് ബൈ ഫ്രം 3 of us. പ്രാർത്ഥനയിലായിരിക്കാം. സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.